ഇനി AK47. Are you ready? Ready? And right now എന്റെ കൂടെ ഉള്ളത് സജി സുരേന്ദ്രൻ on Star ജാം. ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആസിഫ് അലിയോട് ഹസ്ബൻഡായ ഡയറക്ടർ സജി സുരേന്ദ്രന് കൊടുക്കാൻ ഒരു ഉപദേശം. ഇനിയെങ്കിലും നിന്റെ കള്ളത്തരങ്ങളൊന്ന് നിർത്തണം, ഇല്ലെങ്കിൽ പിടിക്കപ്പെടും. ഇതിൽ ഞാൻ 2 കാര്യങ്ങൾ പറയും, ഇതിൽ ഒന്ന് ചൂസ് ചെയ്യാം. ബാച്ചിലർ ലൈഫ്, മാരിഡ് ലൈഫ്. ബാച്ചിലർ ലൈഫ് തമാശ പോലെ പറഞ്ഞെങ്കിലും മാരിഡ് ലൈഫ് തന്നെയാണ്. ഹസ്ബൻഡ്സ് ഇൻ ഗോവ ഓർ ഫാമിലി ഇൻ ഗോവ? ചൂസ് വൺ. ഹസ്ബൻഡ്സ് ഇൻ ഗോവ. അതാണ് അതിന്റെ ഒരു സുഖം. ഗോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹസ്ബൻഡ്സ് ആയിട്ട് ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. നന്നാവേണ്ടത് ഏത്? ഇന്ത്യൻ റെയിൽവേയിലെ സ്റ്റേഷൻ, ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ? രണ്ടും. മലയാളി മങ്ക ഓർ മദാമ? ബ്യൂട്ടിഫുൾ മലയാളി മങ്കയാണ്. സ്ഫടികത്തിലെ തിലകൻ, കിരീടത്തിലെ തിലകൻ? ചൂസ് വൺ. കിരീടത്തിലെ തിലകൻ. പ്രത്യേകിച്ച് ആ ലാസ്റ്റ് സീനില്ലേ, കത്തി താഴെ നിന്റെ അച്ഛനാണ് പറഞ്ഞത്, അത് നമുക്ക് ഇനി എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര റിയലിസ്റ്റിക് ക്യാരക്ടർ. ഉസ്താദ് ഹോട്ടലിലെ തിലകൻ, ഇന്ത്യൻ റുപ്പിയിലെ തിലകൻ? രണ്ടും ഒരുപോലെ, പക്ഷെ എന്നാലും ഒരു അല്പം കൂടുതൽ ഇന്ത്യൻ റുപ്പിയിലെ തിലകൻസ് ആണ്. പഴയ പിച്ചകപ്പൂ, പുതിയ പിച്ചകപ്പൂ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് പഴയത്, ഇന്ന് പുതിയത്. ഇതിൽ ആരാണ് കൂടുതൽ മദാമ്മമാരെ വായ നോക്കിയത്? ഞാൻ 4 പേരുകൾ പറയാം. ആസിഫ് അലി, ഇന്ദ്രജിത്ത്, ജയസൂര്യ, ലാൽ. എനിക്ക് ഇവരെയൊക്കെ വെച്ച് അടുത്ത സിനിമ ചെയ്യണം. ഇതിൽ ആരാണ് നോക്കാത്തത്? എല്ലാവരും നോക്കി. ഇതിൽ ഏറ്റവും കൂടുതൽ കള്ളത്തരം കാണിച്ചത് ഗോവയിൽ പോയിട്ട് ആരും കാണിച്ചില്ല കേട്ടോ, എല്ലാവരും നല്ലവരായിരുന്നു. ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ സ്വന്തം ലൈഫിൽ നിന്ന് ഉത്തരം പറയാം. മറ്റൊരു പെണ്ണിനെ വായ നോക്കിയാൽ സ്വന്തം ഭാര്യയുടെ റിയാക്ഷൻ? ഭക്ഷണം തരില്ല. നോക്കി അപ്പ കണ്ടുപിടിക്കും. അത് എങ്ങനെയായാലും കണ്ടുപിടിക്കപ്പെടും. ഹസ്ബൻഡ് വേറൊരു പെൺകുട്ടി നോക്കിയാൽ വൈഫിനെ കണ്ടുപിടിക്കും. എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് ഒരു സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ട്, എന്തോന്ന് പവിഴം പോലെ ഒരെണ്ണം അടുത്തിരുന്നിട്ട് നോക്കുന്നത് നോക്ക്, വായി നോക്കുന്നൊക്കെ പറയുന്ന ചില ഡയലോഗ്സ് കാണാതെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ കോണ്ടന്റ് സജി സുരേന്ദ്രൻ. ഇത് സ്റ്റാർ ജാം ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫാൻ. സജി സുരേന്ദ്രൻ is under arrest. So husbands in Goa കൂടി കഴിഞ്ഞു. സിനിമ പ്രൊമോട്ട് ചെയ്യാൻ നടന്മാർ ഇറങ്ങിയില്ലെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? ഈ ഓപ്പൺ ആയിട്ട് പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഈ സിനിമ ഒരുപാട് കോടികൾ മുടക്കി ഒരു പ്രൊഡ്യൂസർ നമ്മളെ വിശ്വസിച്ചിട്ട്, ഒരു താരത്തെ വിശ്വസിച്ചിട്ട്, ഒരു ഡയറക്ടറെ വിശ്വസിച്ചിട്ടാണ് ഇത് എടുക്കാൻ വരുന്നത്. പക്ഷേ ഒരു താരം ഒരു ചാനലിൽ ചെന്നിരുന്ന് ഇതിന് വേണ്ടിയിട്ട് ടോക്ക് ഷോ, ഇപ്പം നമ്മൾ മിക്കവാറും ലാലേട്ടൻ, ദിലീപേട്ടനൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് ചാനലുകളിൽ കാണാറുണ്ട്. അത് ഒരു പരിധി വരെ മമ്മൂക്കൊക്കെ ഇരുന്ന് പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഈ സിനിമ കാണാൻ പോലുള്ള ഒരു ടെൻഡൻസി. പക്ഷെ എന്നാലും തിയേറ്ററിലേക്ക് ആളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായകരമാകുന്ന ഒന്നാണ് ഈ താരങ്ങളുടെ പ്രൊമോഷൻ. സജിക്ക് എന്തോ മിസ് ചെയ്തു എന്ന് സജിക്ക് തന്നെ തോന്നുന്നു. തീർച്ചയായും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തത്, ഞാൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ മനഃപൂർവ്വം കുറ്റം പറയുന്നതോ കുറ്റപ്പെടുത്തുന്നതോ എനിക്ക് അതിന് ഇഷ്ടമല്ല. അവരുടെ സാഹചര്യങ്ങളായിരിക്കാം മേ ബി. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ആക്ടേഴ്സിന്റെ ആ പ്രൊമോഷനിൽ വരുന്ന അവരുടെ ഒരു പ്രസൻസ് തന്നെയാണ്. ഞാൻ മദ്രാസിൽ വർക്ക് ചെയ്യുമ്പോൾ UTVയുടെ മുഖം മൂടി എന്ന് പറയുന്ന സിനിമയുടെ ഓഡിയോ റിലീസിന് ഞാൻ കൊണ്ടുപോയി. ഞാൻ ഞെട്ടിപ്പോയി. സത്യം എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ തിയേറ്ററിനകത്ത് ജാം പാക്ഡ് ആയിട്ടുള്ള ക്രൗഡിൽ തമിഴ് ഇൻഡസ്ട്രി കംപ്ലീറ്റ് ഉണ്ട്. വിജയ് ആണ് അതിന്റെ CD റിലീസ് ഹാൻഡ് ഓവർ ചെയ്യാൻ വന്നത്. അത് ഏറ്റുവാങ്ങാൻ വന്നതാവട്ടെ കന്നഡയിലെ സൂപ്പർ സ്റ്റാർ പുനീത് രാജ്കുമാർ. ഓഡിയോ റിലീസാണ്. അപ്പം ഞാൻ അവിടെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ വിളിച്ച് പറഞ്ഞു, ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിച്ചാന്നായിരിക്കും വെച്ചാൽ മലയാളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ഡയറക്ടേഴ്സിനും UTVയുടെ റെപ്രസെന്റ് ചെയ്ത് അതിന്റെ ഇവിടത്തെ വർക്ക് ചെയ്യുന്നവരെ എന്നെ വിളിച്ചു. ഞാനും നമ്മുടെ ആർട്ടിസ്റ്റിനെ കംപ്ലീറ്റ് ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നു. എന്നിട്ടെന്നുള്ളത് ഞാൻ ഒരു മീഡിയ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്നത്തെ എന്റെ ഈ പറയുന്ന ഓഡിയോ റിലീസ് ഫംഗ്ഷൻ. ആരുടെ ഒരു പ്രസൻസ് ഇല്ലാതെ ഞാൻ വല്ലാണ്ട്. Is it true that actors are boycotting movies? ചില സമയത്ത് അറിയില്ല, പക്ഷേ എനിക്ക് അത്രയും വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റിലീസിന് തൊട്ട് മുമ്പ് ഒരു 3 ദിവസം ചാനലുകളിലേക്ക് കയറാൻ ആർട്ടിസ്റ്റുകളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ വരാൻ തയ്യാറാകുന്ന ആർട്ടിസ്റ്റുകൾ കുറവാണ്. ലൈവിന് കയറിയിരുന്ന് ഇപ്പം എന്റർടൈൻമെന്റ് ന്യൂസുകളായിട്ടുള്ള എല്ലാ ചാനലിലും എന്റർടൈൻമെന്റ് ന്യൂസിൽ ലൈവിന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകളെ നിർബന്ധിച്ചാലും അവർക്ക് അതിനോടൊരു എന്താണ് അവരുടെ മനസ്സിലെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു പ്രെജുഡിസ് ഉണ്ടായിരുന്നു, ഈ പടം കൈവിട്ട് പോകുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഒരു അപേക്ഷയും ഈ ആർട്ടിസ്റ്റുകളോട് ഉള്ളതെന്ന് വെച്ചാൽ തീർച്ചയായും നമ്മളെ വിശ്വസിച്ചിട്ട്, അല്ലെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ ഈ സിനിമ കമ്മിറ്റ് ചെയ്യരുത്. ഒരിക്കലും ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ചെയ്യുന്നില്ല. എനിക്ക് ഈ കഥയിൽ വിശ്വാസമില്ല, ഡയറക്ടറിൽ വിശ്വാസമില്ല, ഞാൻ ചെയ്യുന്നില്ല. നമ്മളെ വിശ്വസിച്ച് പ്രൊഡ്യൂസറിൽ നിന്ന് കാശ് മേടിച്ച് കമ്മിറ്റ് ചെയ്തതിന് ശേഷം ആ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ വരാതിരിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന തൊഴിലോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണത്. പക്ഷെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യണ്ടേ. ഷാൻ എന്ത് പറയുന്നു? You are right, sir. Well, husbands in Goa, let it be suspense in Goa. അതെ അതെ. ക്ലബ് FM സ്റ്റാർ ജാം എന്റെ കൂടെ ഉണ്ട് സജി സുരേന്ദ്രൻ. ടൺ കണക്കിന് ഫാൻ.
You are under arrest എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. വെൽ, സജി സുരേന്ദ്രൻ is under arrest. So husbands in Goa കൂടി കഴിഞ്ഞു. ഞാനൊരു ഗോസിപ്പ് അല്ല, ഞാനൊരു കുറ്റം പറയട്ടെ. 3 ഫ്രണ്ട്സും ഒരു ടൂറിസ്റ്റ് പ്ലേസും ഒരു റിസോർട്ടും കുറെ കൺഫ്യൂഷനും എല്ലാം ചേർന്ന ഒരു സജി സുരേന്ദ്രൻ മൂവിയായി. എങ്ങനെ എടുക്കുന്നു ഈ വിമർശനത്തെ? പ്രേക്ഷകരെ 2.5 മണിക്കൂർ എല്ലാ ടെൻഷനിൽ നിന്നും മാറി ഒരു സിനിമ കാണാൻ വേണ്ടി ചെന്ന് റിലാക്സ് ചെയ്യാൻ ചെന്നിരിക്കുമ്പോഴത്തേക്ക് അവരെ മാക്സിമം ആസ്വദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അപ്പം നമ്മൾ ഹാപ്പി ഹസ്ബൻഡ്സ് ആണ് ഈ ഒരു ഫോർമാറ്റിൽ ഇതിന് മുമ്പ് വന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ ഹാപ്പി ഹസ്ബൻഡ്സ് കണ്ടിട്ട് വരുന്ന ആൾക്കാർ ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് അല്ല എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിൽ അവരെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറങ്ങിയ ആദ്യത്തെ 3 ദിവസം വെള്ളി ശനി ഞായർ മാത്രം എടുത്ത കളക്ഷൻ തന്നെ 1,82 ലക്ഷം രൂപയാണ്. അതെന്ന് പറഞ്ഞാൽ ഈ സമീപകാലത്തെ ഒരു വലിയ റെക്കോർഡ് കളക്ഷൻ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചേരുവകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു സിനിമ എഴുതുന്നുള്ളത്. എല്ലാ സിനിമയിലും അങ്ങനെ വരണമെന്നില്ല. എന്താ സജി സുരേന്ദ്രൻ ഫോർമുല? അതായത് പിന്നെ ഈ ഫിലിം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരാളോട് തിരിച്ചെന്ത് പറയും സജി? എനിക്കൊന്നും പറയാനില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതോ ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ഉത്തരം തന്നെയാണ്. അത് കാഴ്ചപ്പാടാണ്, പേഴ്സ്പെക്റ്റീവ്. ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇപ്പോൾ ടൈറ്റാനിക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരുടെ നമുക്ക് തർക്കിച്ചിട്ട് കാര്യമില്ല. അല്ല നിങ്ങളത് ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനോ? ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ അയാളുടെ ടേസ്റ്റിലുള്ള വേറെ ആയിരിക്കാം. ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ലല്ലോ. ഇപ്പോൾ ഡയറക്ടേഴ്സിന് ചില വിശ്വാസങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ഒരു വിശ്വാസമാണോ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സജി സുരേന്ദ്രന്റെ ഫിലിമിൽ ഉണ്ടാവുക? എൻഡ് ഓഫ് ദി ഡേ എന്താണ്, സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, അത് ഹിറ്റാവണം, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് നല്ല കാശ് കിട്ടണം. ഇതാണ് സിനിമയുടെ. അല്ലാതെ ഇന്നൊരു ഉത്തമ മെസ്സേജോ അല്ലെങ്കിൽ ഇതിന് അവാർഡോ അങ്ങനെയൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ജനപ്രിയമായ സിനിമകൾ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് പ്രിയദർശൻ സാറിന്റെ സിനിമകൾ, അല്ലെങ്കിൽ ഹിന്ദിയിൽ ഇപ്പോൾ രോഹിത് ഷെട്ടി ചെയ്യുന്ന സിനിമകൾ, ഗോൽമാൽ റിട്ടേൺസ്, ഗോൽമാൽ 2 എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു കളർ ഉണ്ടല്ലോ. അത് ചിലപ്പോൾ ഇത് പറഞ്ഞ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോഴത്തേക്ക്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞ എൻഡ് ഓഫ് ദി ഡേ പ്രൊഡ്യൂസർ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്കും പ്രോജക്റ്റുകൾ കിട്ടണം. അത്രേ ഉള്ളൂ. ക്ലബ് FM സ്റ്റാർ ജാം എന്റെ കൂടെ ഉണ്ട് സജി സുരേന്ദ്രൻ. ടൺ കണക്കിന് ഫൺ. Well, that's it. എന്റെ കൂടെ ഉണ്ട് സജി സുരേന്ദ്രൻ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദി സ്റ്റുഡിയോ. താങ്ക് യു, ഇറ്റ്സ് മൈ പ്ലഷർ. സജി സുരേന്ദ്രന്റെ കുറച്ച് സിനിമകളുടെ പേര് പറയാം. ഇതെല്ലാം ഇറങ്ങിയ സമയത്ത് എന്ത് പഠിച്ചു ലൈഫിൽ എന്ന് പറയണം. ഓപ്ഷൻ എ, ഇവർ വിവാഹിതരായാൽ. ഹാർഡ് വർക്കിന് എന്നായാലും സക്സസ് ഉണ്ടാവും. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സീരിയലിൽ നിന്ന് വന്നതുകൊണ്ട് അത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഒരു സിനിമ ചെയ്യാനായിട്ട്. ഹാപ്പി ഹസ്ബൻഡ്സ്. ഫൺ, അത് എക്കാലവും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എക്കാലവും നിലനിൽക്കുന്ന ഒന്ന് ഫൺ തന്നെയായിരിക്കും. 4 ഫ്രണ്ട്സ്. ട്രാജഡിയോട് യാതൊരു താല്പര്യമില്ല ഈ കാലഘട്ടത്തിലെ ആൾക്കാർക്ക്. എന്ന് പഠിച്ചു. കുഞ്ഞളിയൻ. ക്ലൈമാക്സ് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചു. കാരണം ചില ആക്ടേഴ്സ് പറയുന്നുണ്ട് പടം പോകുന്ന പോക്കിന് ഷൂട്ടിംഗ് ടൈമിൽ അറിയും പടം കൈവിട്ട് പോവാണെന്ന്. ഇല്ല, എന്നെ സംബന്ധിച്ച് നമ്മൾ എല്ലാ സീൻസും അത്രയും കോൺഫിഡൻറ്റോടുകൂടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തല്ല നമ്മളെ കൈവിട്ട് പോകുന്നു എന്നറിയുന്നത്. സിനിമ ഇറങ്ങി ഫസ്റ്റ് ഡേ ആദ്യത്തെ ഷോ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഫോൺ വരുമ്പോഴാണ് ഈശ്വര ഇത് കൈവിട്ട് പോവുകയാണല്ലോ എന്നറിയുന്നത്. ഹസ്ബൻഡ് നന്നാവാൻ വേണ്ടി വൈഫ് നേർച്ച ഇടുന്നുണ്ട് ഈ സിനിമയിൽ. അതേപോലെ ഒരു ഫിലിം ഹിറ്റാക്കാൻ സജി എന്ന ഡയറക്ടർ സത്യത്തിൽ നേർച്ച നേരാറുണ്ടോ? ഇല്ല, ഞാൻ നേരാറില്ല. പക്ഷെ എൻ്റെ വൈഫ് സ്ഥിരമായിട്ട് അമ്പലങ്ങളിൽ പോകാറുള്ള ഒരാളാണ്. വൈഫിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മളും കൂടെ പോകാറുണ്ട്. എനിക്കും ഒരു അത്യാവശ്യം വിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ ഇന്ന സിനിമ ഹിറ്റായാൽ ഇന്ന സ്ഥലത്ത് പോയി മൊട്ടയടിക്കാമെന്നോ അല്ലെങ്കിൽ ശൂലം കുത്താമെന്നോ ഉരുളാമെന്നോ നേർന്നിട്ടില്ല. Well, let's close the show. Thank you so much, Saji. Thank you. And finally, Saji, എന്താണ് പിന്നെ ഇത്രയും നേരം ക്ലബ് FM-ൽ സ്റ്റാർ ജാം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കാൻ പോണേ? ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ സിനിമയിൽ പാട്ടില്ലേ, നമ്മുടെ ടൈറ്റിൽ സോങ്ങിനകത്ത് ഒരു പൈറേറ്റ്സിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ വരുന്നുണ്ട്. അതൊരു കൗതുകമുള്ള ഒരു വസ്തുവായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കൊടുത്താൽ, ഞങ്ങളെ ഇരിപ്പുണ്ട്, അത് നമുക്ക് കൊടുത്താലോ? പൈററ്റ്സ് ഇൻ ഗോവ. ഹസ്ബൻഡ്സ് ഇൻ ഗോവയിലെ ഹസ്ബൻഡ്സ് ഇടുന്ന പൈററ്റ്സിന്റെ കോസ്റ്റ്യൂമാണ് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോണേ. അതെ, ഫാന്റാസ്റ്റിക്. അതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ഫേസ്ബുക്കിലെ ക്ലബ് FM കോൺടെസ്റ്റ് എന്നുള്ള പേജിൽ. ഇനി സജി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആര് ആൻസർ പറയുന്നു അവർക്ക് പൈററ്റ്സിന്റെ കോസ്റ്റ്യൂം കിട്ടും. വാട്ട്സ് യുവർ ക്വസ്റ്റ്യൻ? നമ്മുടെ നായകന്മാര് ഇവിടെ നിന്നും ഗോവയ്ക്ക് ഭാര്യമാരെ പറ്റിച്ചു പോകുന്ന ട്രെയിൻ, ആ ട്രെയിനിന്റെ പേരെന്താ? പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവനത്രയും ഉരുകി വീണുപോയി. ഈ പാട്ടുള്ള ട്രെയിനിന്റെ പേര്? അതെ, ഇവർ യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ പേര്. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാം. ഓപ്ഷൻ എ കുർള എക്സ്പ്രസ്, ഓപ്ഷൻ ബി നേത്രാവതി എക്സ്പ്രസ്, ഓപ്ഷൻ സി രാജധാനി എക്സ്പ്രസ്. ഇതിലേത് ട്രെയിനാണ് അപ്പൊ ഗോവയിലേക്ക് പോകുന്നത്? യെസ്, ഇതിനുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി ക്ലബ് FM കോൺടെസ്റ്റ് എന്നുള്ള പേജിൽ. വെൽ സജി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഹൗ വാസ് സ്റ്റാർ ജാം? സൂപ്പർ. ഒരു എന്താ പറയാ, ജീവിതത്തിൽ ഒരു വല്ലാത്ത അനുഭവം. ഒരുപാട് നേരം നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഇന്റർവ്യൂ ആയിട്ടും തോന്നിയില്ല. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആസ്വദിച്ചു. ഇത് ക്ലബ് FM കണക്കിന് ഫൺ. സ്റ്റാർ ജാം.